തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. കാരണം വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയതിൽ അന്തിമ തീരുമാനം ഇന്നറിയാം. ഉച്ചയോടെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ്. കമ്മീഷന്റെ ഭാഗത്തു നിന്നും പ്രതികൂലമായ നിലപാടുണ്ടായാൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദേവൻ MP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈഷ്ണ അടക്കം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഞങ്ങളെ പൂർണ്ണമായിട്ടും കേട്ടു, കമ്മീഷൻ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു, വളരെ പ്രതീക്ഷയുണ്ടെന്നാണ് വൈഷ്ണയൊക്കെ ഇന്നലെ നമ്മളോട് വൈകുന്നേരം പ്രതികരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എപ്പോഴത്തേക്ക് അറിയാം ഒരു തീരുമാനം? ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീരുമാനം അറിയാമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമാകുന്ന വിവരം. പക്ഷേ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മുട്ടടയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയുടെ കാര്യത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസവും ഈ പരാതിക്കാരനൊപ്പം തന്നെ പരാതിക്കാരനായ ധനേഷ് കുമാറും ഒപ്പം തന്നെ വൈഷ്ണ സുരേഷും കൂടി ചേർന്നുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹിയറിംഗിനെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിലെ ഹിയറിംഗ് പൂർത്തിയായതിനു ശേഷം വൈഷ്ണ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വളരെ പോസിറ്റീവായി തന്നെയാണ് സംസാരിച്ചത്. തന്റെ ഭാഗമെല്ലാം തന്നെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വിശദീകരിക്കാൻ സാധിച്ചു. തന്റെ ഭാഗം ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് തന്റെ ഭാഗം കേൾക്കുന്നത് എന്നുള്ള കാര്യം കൂടി വൈഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ധനേഷ് കുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്നലെയും വൈഷ്ണ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹിയറിംഗിന് ഹാജരായപ്പോൾ പോലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം വീണ്ടും വ്യക്തമാക്കുന്നു. പക്ഷേ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 വോട്ടർ പട്ടികയാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വൈഷ്ണയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത് വൈഷ്ണയുടെ അഭിഭാഷകരും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ജെ സകലും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം തന്നെ വാദങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കേട്ടുവെങ്കിൽ കൂടിയും ഇപ്പോഴും ആ പ്രശ്നത്തിൽ ഒരു വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും നമുക്കുണ്ടാകില്ല. കാരണം ആ വൈഷ്ണ മുൻപ് ഈ കളക്ടറിന് മുന്നിലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും ഹാജരാക്കിയ അതേ രേഖകൾ തന്നെയാണ് വൈഷ്ണ കഴിഞ്ഞ ദിവസവും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പരിശോധിച്ച ശേഷം വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ പൂർണ്ണമായും വൈഷ്ണയുടെ അഭിഭാഷകരടക്കം പൂർണ്ണമായും അത് വ്യക്തമാക്കുന്നില്ല. അത് പരസ്യമായി അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ കൂടി അത് പൂർണ്ണമായും അവർക്ക് ആ ഉറപ്പ് ലഭിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പ്രചാരണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും വൈഷ്ണ മണ്ഡലത്തിൽ പ്രചാരണം തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സമയം ഈ പരാതിക്കാരനായിട്ടുള്ള ധനേഷ് കുമാറിന്റെ മേൽവിലാസത്തിൽ ഏകദേശം 22ഓളം വോട്ടുകൾ വ്യാജമായി ചേർന്നുള്ള കാര്യം കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതേ സംബന്ധിച്ച് ധനേഷ് കുമാർ പറയുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. ഒരേ വീട്ടു നമ്പറിലാണ് ആ വോട്ടുകളെല്ലാം തന്നെ ചേർത്തുള്ളത്. പക്ഷേ വ്യത്യസ്തമായ വീട്ടുപേരുകളാണ്, വ്യത്യസ്തമായ മേൽവിലാസങ്ങളാണ്. പക്ഷേ അത് കോർപ്പറേഷൻ കമ്മീഷന്റെ നിലപാട് വരിക എന്നുള്ളത് ഇനിയിപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് മറിച്ചാണെങ്കിൽ നിയമ പോരാട്ടത്തിന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത് തിരുവനന്തപുരം മുട്ടടയിലെ കാര്യം. ഇനിയിപ്പോൾ